ഹലോ യൂട്യൂബ് ഫാമിലി. കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് വീഡിയോസ് അധികം ചെയ്യാൻ പറ്റിയില്ല. ഞാൻ നേരത്തെ ചെയ്ത വീഡിയോസൊക്കെ ആയിരുന്നു അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. വേറൊന്നും അല്ല, എനിക്കൊരു മരണം ഉണ്ടായിരുന്നു. ഞാനത് നോട്ടിഫിക്കേഷനിൽ മെസ്സേജ് ഇട്ടിരുന്നു. എൻ്റെ അമ്മയുടെ അനിയത്തി മരിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ദിവസങ്ങളിലേക്ക് ചടങ്ങുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നുകൊണ്ടാണ് എനിക്ക് വീഡിയോസ് ചെയ്യാനായിട്ട് സാധിക്കാഞ്ഞത്. അപ്പോൾ ഡെയിലി ഗൈഡൻസ് കാണുന്നവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടൊരു സോറി കേട്ടോ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ടാവും, പക്ഷേ വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ ദിവസം തൊട്ട് ഞാൻ ഡെയിലി ഗൈഡൻസ് ഇടുന്നതായിരിക്കും. കുറച്ച് ഇടയ്ക്കിടയ്ക്കായിട്ട് ഞാൻ ഇടുന്നുണ്ടായിരുന്നു. എങ്കിൽ പോലും ഒരു ഡെയിലി ഗൈഡൻസ് ഞാൻ തന്നിരുന്നത് കൊണ്ട് തന്നെ നമുക്കത് ഫിനിഷ് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ എൻ്റെ യൂട്യൂബ് ഫാമിലി, എൻ്റെ പ്രിയപ്പെട്ട സോൾ ട്രൈബ്, എൻ്റെ ക്ലയൻസ്, എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും, നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് പ്രിയങ്ക പ്രകാശ്. ഞാനൊരു ക്ലെയർവോയൻ്റ് ആണ്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഗൈഡൻസ്, ഇന്നത്തെ ദിവസം എൻ്റെ ഈ വീഡിയോ കാണുന്ന ക്ലയൻസ്, എൻ്റെ യൂട്യൂബ് ഫാമിലി, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവർക്കും വേണ്ടിയിട്ട് എന്ത് അഡ്വൈസാണ് ഞാൻ തരേണ്ടതെന്ന് നോക്കട്ടെ കേട്ടോ. യൂണിവേഴ്സ് ഏറ്റവും കൃത്യമായ ഒരു ആൻസർ എനിക്ക് തരണേ. മദർ യൂണിവേഴ്സ്, എൻ്റെ ഈ വീഡിയോ കാണുന്ന എൻ്റെ വ്യൂവേഴ്സ്, ക്ലയൻസ്, എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഏറ്റവും കൃത്യമായ ഒരു അഡ്വൈസ്. നിങ്ങളിൽ പല ആൾക്കാരും കേട്ടോ ഒരു സ്റ്റക്കായ സ്റ്റേജിലാണ് എന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതിൽ നിങ്ങൾക്കൊരു ബ്ലോക്കേജ് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ സ്റ്റക്കായ പോലെയൊക്കെ ഫീൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ചില ആൾക്കാർക്ക് ഞാൻ എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കണം, ഞാൻ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, കറക്റ്റ് സമയത്ത് ചെയ്യണം. പെർഫെക്ഷനിസം കുഴപ്പമില്ല, പക്ഷേ ഓവർ ആയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാക്കും കേട്ടോ. നമുക്കല്ല, മറ്റുള്ളവർക്ക്. കാരണം നമ്മൾ എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. പെർഫെക്റ്റ് ആവുന്നത് നല്ലതാണ്. അറ്റ് ദ സെയിം ടൈം അധികമായാൽ അമൃതും വിഷമാകും. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ വിചാരിക്കുന്ന സമയത്ത് തന്നെ കാര്യങ്ങൾ കിട്ടണം എന്നില്ല. ഞാനിത് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, ഒരു കാര്യത്തിന് യൂണിവേഴ്സ് ഒരു സമയം കുറിച്ചിട്ടുണ്ടാവും. ആ സമയത്തായിരിക്കും ആ കാര്യം നടക്കുക അല്ലേ. അപ്പൊ നമ്മൾ ഇന്ന സമയത്ത് തന്നെ അത് നടത്തിയെടുക്കണം എന്ന് പറഞ്ഞാൽ അതനുസരിച്ച് യൂണിവേഴ്സ് ചെയ്തു തരണം എന്നില്ല അല്ലേ. പക്ഷേ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് ആ കാര്യത്തിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇടാം അല്ലേ. ഒരുപാട് നമ്മൾ പെർഫെക്ഷനിസം ആവാനായിട്ട് നിൽക്കരുത്. ചില ആൾക്കാർക്കെങ്കിലും ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ നിങ്ങളുടെ കഴിവിന് തക്കതായിട്ടുള്ളൊരു പ്രതിഫലം, അല്ലെങ്കിൽ ഒരു റിവാർഡ്, ഒരു റെക്കഗ്നിഷൻ ഒക്കെ കിട്ടാത്ത സ്റ്റേജ്, നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് ഒരു സെൽഫ് ഡിസിപ്ലിൻ ഇല്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് തെറ്റുകൾ സംഭവിക്കുന്നു. പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുക, അങ്ങനത്തെ അവസ്ഥകളൊക്കെ കാണുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഓവറോൾ ഒരു ബ്ലോക്കേജ് സംഭവിക്കുന്ന സിറ്റുവേഷൻ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവരോട് പറയാനുള്ളത്, എത്ര ബ്ലോക്കേജ് സംഭവിച്ചെന്ന് പറഞ്ഞാലും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക. നിങ്ങളുടെ മൈൻഡിൽ വരുന്ന ഒരു ബ്ലോക്കേജും കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ മാറിക്കിട്ടും. നിങ്ങൾ അതുപോലെയുള്ള മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ബ്ലോക്കേജ് ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വൈകാതെ മാറും കേട്ടോ. അങ്ങനെ ബ്ലോക്കേജ് ഉള്ളവര് വിഷമിക്കണ്ട. ഞാൻ നോക്കട്ടെ, അങ്ങനെ ബ്ലോക്കേജ് വരുന്നവർക്ക് വേണ്ടിയിട്ട് എന്താണ് യൂണിവേഴ്സ് ചെയ്യേണ്ടത്. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ. ഈ ബ്ലോക്കേജ് മാറാൻ ഇവരെന്താണ് ചെയ്യേണ്ടത്? നിയർ ഫ്യൂച്ചറിൽ ഒരു ബ്ലോക്കേജ് മാറുമോ? എന്താണ് ഇവർ ചെയ്യേണ്ടത് യൂണിവേഴ്സ്? നിങ്ങളുടെ ബ്ലോക്കേജ് മാറും കേട്ടോ. നിങ്ങളുടെ ബ്ലോക്കേജ് മാറും. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ആ ഒരു കാർമിക് സൈക്കിൾസ് ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ബ്ലോക്കേജസ് മാറും എന്ന് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ആ ഒരു എന്താണോ നിങ്ങൾക്ക് ഫുൾഫിൽ ചെയ്യാനുള്ളത്, എന്താണോ നിങ്ങൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഒരു സെലിബ്രേഷനൊക്കെ കാണുന്നുണ്ട്. ചിലരുടെ വീട്ടിലൊക്കെ എന്തെങ്കിലും ആഘോഷങ്ങൾ, സെലിബ്രേഷൻസ് ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ അതൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നിങ്ങൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ട്രാവലിങ്ങിനൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. ചില ആൾക്കാരൊക്കെ എവിടെയെങ്കിലും പുറത്തേക്ക് പോകണം, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ലേറ്റ് ആയി പോയിട്ട് ബ്ലോക്കേജ് ആയിട്ടൊക്കെ ഇരിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം തടസ്സമില്ലാതെ മാറിക്കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. അങ്ങനെയാണ് എനിക്ക് കാണുന്നത്. മേ ബി ഒരു ചൈൽഡ് ബർത്തിന് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരായിരിക്കാം, ഒരു മാരേജിന് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരായിരിക്കാം, പുതിയൊരു ജോലിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരൊക്കെ ഈ ഒരു എന്താ പറയുക ഗ്രൂപ്പ്, ഈ ഒരു സെക്ഷൻ എൻ്റെ വീഡിയോ കാണുന്നവരിൽ ഉണ്ടാവും. നിങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം. യൂണിവേഴ്സിനോട് താങ്ക്സ് പറയുക, ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.